ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, അത് പ്രാദേശിക നേതാവട്ടെ, എന്നെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി തല്ലി എന്ന് ഒരു MLA-യോട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനോട് ഒക്കെ പറഞ്ഞിട്ട് ഈ വിഷയം ഒന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പോലും തയ്യാറായില്ല കോൺഗ്രസ്. ഈ വിഷയം കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ, ഈ ദൃശ്യം പുറത്തു വരുമ്പോൾ മാത്രം ഈ സുജിത്തിനെ വിളിച്ച് കാണുകയെന്ന KPC പ്രസിഡന്റ്, സുജിത്തിനെ വിളിച്ച് കാണുന്ന പ്രതിപക്ഷ നേതാവ് എന്തൊരു കാപട്യാണ്. കാരണം സ്വന്തം കൂട്ടത്തിൽ ഒരുത്തനെ പോലീസ് കൊണ്ടുപോയി തല്ലിയിട്ട് അന്ന് ആ വിഷയം ഉയർത്താൻ പോലും കഴിയാതെ ഇപ്പോഴും ഞങ്ങൾ അയാളെ പിരിച്ചുവിട്ടില്ലെങ്കിൽ സമരം ചെയ്യുമെന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ്. ഇതെന്തൊരു നിലപാടാണ് ശ്രീകുമാർ? അല്ലല്ല, അത് തെറ്റാണ്. കാരണം അക്കാലത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ ഗംഭീര സമരമുറകൾ അവിടെ നടത്തിയിരുന്നു. അത് മറന്നുപോയതാണ്, ജനം മറന്നുപോയതാണ്. ഇതൊക്കെ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിപ്പോയി. കാരണം ഇത് നമ്മുടെ പത്രപ്രവർത്തകരോട് ഇത്ര കാര്യമായിട്ട് കണ്ടിട്ടില്ല. കാരണം ഒരു യുവാവിനെ പോലീസ് കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അന്ന് തന്നെ അനിൽ അക്കരയുടെ നേതൃത്വത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. അത് തന്നെയാണ്. അവിടെ വലിയ സമരം ഉണ്ടായിരുന്നു കുന്നംകുളത്ത്. കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നു. എന്നിട്ട് കോൺഗ്രസ് പറഞ്ഞ എന്താണ് പ്രാദേശിക നേതാക്കളുടെ ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചാലും മുന്നോട്ട് വേണം. അതിൽ ഈ വർഗീസ് എന്ന് പറഞ്ഞ ആളും ഈ നിതീഷ് എന്ന് പറഞ്ഞ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റും ഈ നമ്മുടെ ഇപ്പോഴത്തെ സുജിത്തും ഒക്കെ എന്ത് ചെയ്തതെന്നറിയോ? അവരിതിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെ പിന്നാലെ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കോൺഗ്രസ് നേതാക്കൾ ഇടപെടാഞ്ഞിട്ടല്ല. ഇവിടെ ഇപ്പോൾ VD സതീശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഏത് വിഷയത്തിൽ ഇടപെടുന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഈ CPM കണ്ണിന് നേരെ കണ്ടുകൂടാത്തത്. VD സതീശൻ ഇപ്പോൾ പറഞ്ഞ എന്താണ്, ഇവരെ പിരിച്ചുവിടുന്നത് പറയാൻ കാരണം എന്താ? ഇത് ഒളിച്ചു വെച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ DGP ഇന്നൊരു പത്രസമ്മേളനത്തിൽ സുജിത്തിനൊപ്പം നിന്ന വർഗീസിന് തന്നെ പല വിധത്തിലുള്ള ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായിരുന്നു, പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രലോഭനങ്ങൾ പലതും വന്നത്, ഭീഷണികളിൽ പലതും വന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് തന്നെയാണ് എന്നാണ് അറിയുന്നത്. അല്ല, ഉണ്ടായിരിക്കുമല്ലോ. കാരണം പോലീസുമായിട്ട് ബന്ധമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവുമല്ലോ, സൗഹൃദ ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ കേസൊക്കെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ അത് ചെവി കൊടുത്തില്ലല്ലോ. പണം വാഗ്ദാനം ചെയ്തിട്ട് വേണമെങ്കിൽ പിൻവലിച്ചു പോകാമായിരുന്നു. ഈ പണം കൊടുത്ത പോലീസ് തന്നെ വേറൊരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് തിരിച്ച് ആ പണം അവർ കൈക്കലാക്കും. അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പോലീസിൻ്റെ സൂത്രമാണ്. അപ്പോൾ അതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് അവർ അത് ഞാൻ അതാ പറഞ്ഞത്, കേരളത്തിലെ എല്ലാ യുവജന നേതാക്കളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതൊരു മാതൃകയാക്കണം ഈ കുന്നംകുളത്തെ കോൺഗ്രസ്സുകാരുടെ കാര്യം. ഞാനൊരു കാര്യം അജിംസിൻ്റെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഈ സംഭവം ഇന്നലത്തെ പേപ്പറുകളിലൊക്കെ വന്നതാണ്. മിനിഞ്ഞാന്നത്തെ പേപ്പറുകളിലോ ഇന്നലത്തെ പേപ്പറിലൊക്കെ ആയിട്ട് വന്നതാണ്. ഇന്നലത്തെ പേപ്പറിൽ ഇത് വരാത്തൊരു പത്രം ഉണ്ടായിരുന്നു, CPM-ൻ്റെ മുഖപത്രം. ആ വാർത്ത പുറത്തു വന്നിട്ടില്ല. എല്ലാ പത്രങ്ങളിലും ഇടാം. എന്താ കൊടുക്കാതിരുന്ന കുറ്റബോധം കൊണ്ടായിരിക്കും. അല്ലെ പാർട്ടി പറഞ്ഞിട്ടുണ്ടാവും കൊടുക്കരുതെന്ന്. നമുക്കറിയാമല്ലോ, CPM-ൻ്റെ മുഖപത്രത്തിലൊരു വാർത്ത വരുമ്പോൾ ആ ഔദ്യോഗികമായ ഒരു അവരുടെ ഒരു പിടുത്തം നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് വാർത്ത കൊടുക്കാതിരുന്നത്? ഇന്നാണ് അവർ പറഞ്ഞ ഈ കാര്യത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് നിയമോപദേശം തേടിയെന്ന് ഇന്ന് പറയുന്നത്. അതും ഒരു യുവാവിനെ മർദ്ദിച്ച കേസിൽ അവസാനം പറയുന്ന യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടി ഇത് അറിഞ്ഞിരിക്കുന്നു. പാർട്ടി ഇത് ഒളിച്ചു വെച്ചു ഒരു ദിവസം. അല്ലെങ്കിൽ പാർട്ടി പത്രത്തിൽ വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു ക്രൂരമർദ്ദനം ഇന്ത്യ മുഴുവൻ അറിഞ്ഞു, ലോകം മുഴുവൻ TV കണ്ടു. പക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറഞ്ഞിട്ടില്ല. DYFIയുടെ ഉന്നത നേതാക്കൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ ആരും മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരുടെ സപ്പോർട്ട് ഇതിനുണ്ട്. കാരണം എന്താ അറിയോ? ഇവർ മറിച്ച് മിണ്ടിയാൽ പൊതുജനെതിരാവും. 2006 ഉദയകുമാറിനെ കൊലപ്പെടുത്തിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒറ്റ പോസ്റ്ററേ ഇറക്കിയുള്ളൂ. ഉദയകുമാറിൻ്റെ അമ്മ കരയുന്ന ചിത്രമുള്ള ഒരു പോസ്റ്റർ. ആ പോസ്റ്റർ വ്യാപകമായി പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് അന്ന് അവർ അധികാരത്തിലെത്തിയത്. അറിയാമല്ലോ. അപ്പോൾ ഈ അവസാന കാലത്ത് ഇത്രയും ക്രൂരമായ മർദ്ദനം, അത് ഏത് കാലത്ത്? വാട്സപ്പ് യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ ഇതിവിടെ കിടക്കും. ഇതിന് ഈ പഞ്ചായത്ത് ഇലക്ഷനും അതിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ചിത്രങ്ങളും ഈ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കും. ഇത് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യൂ. UDF